ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ കോടതി അനുമതി നൽകിയതിന് പിന്നാലെ അവിടെ നിർണായകമായ നീക്കങ്ങളൊക്കെ നടന്നിരിക്കുകയാണ്. പൂജയ്ക്ക് മുന്നോടിയായിട്ടുള്ള പള്ളിയിലെ പേര് പോലും ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ പേര് അവിടെ പതിച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ പൂജ നടത്താനുള്ള ഒരുക്കങ്ങളടക്കം പൂർത്തിയാകുന്നു. പള്ളിക്കുള്ളിൽ പൂജ നടത്താനുള്ള ഒരുക്കങ്ങളടക്കം പൂർത്തിയാകുന്നു. അതിനെ അവർ കർസേവ എന്നാണ് മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതായത് ഗ്യാൻവേബിൽ അതിവേഗ കർസേവ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇസ്ലാമിക മാധ്യമങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കർസേവ അല്ല അവിടെ നടക്കുന്നത്. കോടതി വിധി പ്രകാരം ഹിന്ദുക്കൾക്ക് പൂജ നടത്താനുള്ള അനുമതി കിട്ടിയതോടെ അവർ പൂജകൾ തുടങ്ങിയതാണ്. 30 വർഷത്തിന് പിന്നാലെ വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദ് അടച്ചുപൂട്ടാൻ ജില്ലാ കോടതി ഭരണകൂടത്തോട് ഉത്തരവിട്ടതിനെ തുടർന്നാണ് മസ്ജിദിനുള്ളിൽ ഹിന്ദുക്കൾ പ്രാർത്ഥനയും പൂജകളും ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. ഹിന്ദു പുരോഹിത കുടുംബത്തിലെ അംഗങ്ങൾ നിലവറയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നത് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റായി തന്നെ വരികയാണ്. മുടങ്ങിയ പൂജകളൊക്കെ ഇപ്പോൾ നടക്കുന്നു. വർഷങ്ങളായി പൂജകൾ മുടങ്ങിയിരുന്നു. മസ്ജിദിന്റെ ബോർഡുകളടക്കം നീക്കം ചെയ്ത് അവിടെ ക്ഷേത്രത്തിന്റെ ബോർഡുകൾ വെച്ചു കഴിഞ്ഞു. ഒരു ക്ഷേത്രം കണ്ടെത്തിയാൽ അവിടെ പൂജകളൊക്കെ അത്യാവശ്യമാണ്. പൂജകൾ മുടങ്ങാൻ പാടില്ല എന്നുണ്ട്. ഇതാണിപ്പോൾ ഗ്യാൻവാബിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ബോർഡുകൾ സ്ഥാപിച്ചുവെന്നും മസ്ജിദ് ബോർഡുകൾ നീക്കം ചെയ്തുവെന്നും കേരളത്തിലെ അടക്കം ഇസ്ലാമിക ചാനലുകളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. സമാധാനപരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഹിന്ദു ക്ഷേത്രമായ ഗ്യാൻവാബിയിലുള്ളത്. വ്യാസ് കാ തിഖാന എന്ന പേരിട്ടിരിക്കുന്ന നിലവറയിൽ പ്രാർത്ഥിക്കാൻ ഹിന്ദു ഭക്തർ എത്താൻ തുടങ്ങിയതോടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മസ്ജിദിന് സമീപമുള്ള പ്രദേശം രാത്രിയും ഏറെ വൈകിയും കനത്ത സുരക്ഷാ കാവലിൽ തന്നെയാണ്. പ്രദേശത്ത് അർദ്ധസൈനിക യൂണിറ്റുകളൊക്കെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഉത്തർപ്രദേശിൽ യോഗിയുടെ നാട്ടിൽ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ആക്രമണത്തെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബുൾഡോസർ കൊണ്ടും മറ്റും നേരിടും എന്ന് നന്നായി അറിയാം. ഒരു ഹിന്ദു സംഘടന രാഷ്ട്രീയ ഹിന്ദുദളിലെ അംഗങ്ങൾ പള്ളിക്ക് സമീപമുള്ള ഒരു ബോർഡിൽ മന്ദിർ അഥവാ ക്ഷേത്രം എന്ന വാക്കൊട്ടിച്ചു. മസ്ജിദിന്റെ പേർ ഇവർ നീക്കം ചെയ്യുകയായിരുന്നു. ഫലത്തിൽ മസ്ജിദ് വലിയ വിവാദങ്ങളില്ലാതെ പൂട്ടിക്കാനും ക്ഷേത്രം തിരികെ പിടിക്കാനും ഇപ്പോൾ സാധിച്ചു എന്നാണ് ഹിന്ദുക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഇവിടെ പൂജ ആരംഭിച്ചത്. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കനത്ത സേനയെ തന്നെ ഇവിടെ വിന്യസിച്ചിരുന്നു. മസ്ജിദിന്റെ ഉള്ളിൽ 4 നിലവറകളുണ്ട്. ഇത് പൂർണ്ണമായും ക്ഷേത്രത്തിന്റേത് തന്നെയായിരുന്നു. ക്ഷേത്ര നിലവറകൾ വരെയുള്ള മസ്ജിദിൽ മുസ്ലിങ്ങൾക്ക് നിസ്കാരമോ മറ്റും നടത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ മുസ്ലിം വിശ്വാസം അനുസരിച്ച് ഹറാം തന്നെയായി കണക്കാക്കും എന്നാണ് ഇവർ പറയുന്നത്. അതിനാൽ തന്നെ ഉപയോഗിക്കാത്ത ആ മസ്ജിദ് ഹിന്ദുക്കൾക്ക് ക്ഷേത്രമായി തിരികെ തന്ന സമാധാനത്തിൽ വിഷയം അവസാനിപ്പിക്കണമെന്നാണ് ഹിന്ദു സംഘടനകൾ പറയുന്നത്. മസ്ജിദിലെ 4 നിലവറകളിലും പൂജകളുണ്ടാകും. അതിലൊന്ന് അവിടെ താമസിച്ചിരുന്ന ഒരു പുരോഹിത കുടുംബത്തിന്റെ കൈവശമായിരുന്നു. വ്യാസ് കുടുംബം അംഗമായ സോമനാഥ് വ്യാസ് 1993 നിലവറ സീൽ ചെയ്യുന്നതിന് മുമ്പ് അതിൽ പ്രാർത്ഥന നടത്തി. ഹർജിക്കാരനും കുടുംബാംഗവുമായ ശൈലേന്ദ്ര പഥക് നൽകിയ ഹർജിയിലാണ് ഇത് വ്യക്തമാക്കുന്നത്. പാരമ്പര്യ പുരോഹിതർ എന്ന നിലയിൽ തങ്ങളെ കെട്ടിടത്തിൽ പ്രവേശിച്ച് ആരാധന നടത്താൻ അനുവദിക്കണമെന്ന് അദ്ദേഹം കോടതിയിൽ വാദിച്ചിരുന്നു. അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളതും. ഒരാഴ്ചയ്ക്കകം ഈ നിലവറയ്ക്കുള്ളിൽ പ്രാർത്ഥന നടത്താമെന്ന് ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തോട് കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. കോടതിയുടെ ഉത്തരവിനെ അലഹബാദ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പള്ളി കമ്മിറ്റി അറിയിച്ചിരുന്നു. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത്. ബാബറി മസ്ജിദ് കേസിൽ സ്വീകരിച്ച അതേ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് അവരുടെ അഭിഭാഷകൻ മെറാജുദ്ദീൻ സിദ്ദിഖി പറഞ്ഞത്. മസ്ജിദ് സമുച്ചയത്തിൽ പ്രാർത്ഥിക്കാൻ ഹിന്ദു ഹർജിക്കാർ അനുമതി തേടി ഗ്യാൻവാബി കേസിലെ പ്രധാന സംഭവ വികാസമായാണ് ഇക്കഴിഞ്ഞ ദിവസത്തെ ഉത്തരവും വിലയിരുത്തപ്പെടുന്നത്. സ്ഥലം പരിശോധിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ റിപ്പോർട്ട് ഹർജിക്കാരുമായും പള്ളി കമ്മിറ്റിയുമായും പങ്കിട്ടു. മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്ത് ഒരു വലിയ ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. കോടതി ഉത്തരവ് പ്രകാരം സീൽ ചെയ്ത ഒരു ഭാഗം ഖനനവും ശാസ്ത്രീയ സർവേയും ഒക്കെ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 4 ഹിന്ദു സ്ത്രീകൾ ഇപ്പോൾ സുപ്രീം കോടതിയെയും സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.